അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 26/12/2025 അൽ ഉഖ്തുൽ കുബ്ര എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. ഇന്നത്തെ ഖുത്ബയിൽ പരാമർശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഏറെ സ്ഥാനമുള്ള, നമുക്ക് എന്തെന്നില്ലാതെ സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു തന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും കഴിച്ചാൽ ഏറ്റവും ബാധ്യതയുള്ളവർ. ഹദീസിൽ പറഞ്ഞതുപോലെ ഇബ്ദ ബിമൻ തഊൽ ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക, നീ നിന്നെ ആശ്രയിച്ചു കഴിയുന്ന നിന്റെ ഉമ്മയിൽ നിന്ന് തുടങ്ങണം, ഉപ്പയിൽ നിന്ന് തുടങ്ങണം, സഹോദരിയിൽ നിന്ന് തുടങ്ങണം, സഹോദരനിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൂത്ത സഹോദരിയെപ്പറ്റിയാണ് ഖുത്ബയിൽ പരാമർശിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഉമ്മയാണവർ. ചെറുപ്പത്തിൽ നമ്മെ എടുത്തു നടക്കുകയും പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്തത് അവരാണ്. എന്തെന്നില്ലാത്ത സ്നേഹം അവർ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ കാരുണ്യവും അവരുടെ ആ കരുതലും നമുക്ക് എത്രമാത്രം വിലപിടിപ്പുള്ളതായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെയും നമുക്ക് അവരെപ്പറ്റി പറയുന്നുണ്ട്. അവരുടെ സ്ഥാനവും പദവിയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സഹോദരി, അവരെപ്പറ്റി ഖുർആൻ പറഞ്ഞത് ഖാലത്തു ഉമ്മുഹു ലി ഉഖ്തിഹി ഖുസ്സീഹ്, ഉമ്മ അവരോട് പറഞ്ഞു, ആ കുട്ടിയെ നീ പിന്തുടർന്ന് ആ കുട്ടിയെ ഒഴുക്കിയ ആ പെട്ടി എവിടെയാണ് ചെന്ന് ചേരുന്നത് എന്ന് നോക്കണം, ആ കുട്ടിക്ക് സംരക്ഷണം ഒരുക്കണം എന്ന് സഹോദരിയോട് ഉമ്മ പറയുകയാണ്. ആ കുട്ടി രക്ഷപ്പെടണം, അപകടത്തിൽപ്പെട്ടു പോകരുത് എന്ന നിലക്ക്. ബുദ്ധിമതിയായ ആ സഹോദരി പുറകെ സഞ്ചരിച്ച് കുട്ടിയെ എടുത്തവരോട് പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല കുടുംബത്തെപ്പറ്റി അറിയിച്ചു തരാം, അവർ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കും, അവർ എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുന്നവരാണ്. ആ സഹോദരിയുടെ നല്ല പ്രവർത്തനം വളരെ ഉപകാരപ്രദമായി. സഹോദരൻ രക്ഷപ്പെട്ടു, ഉമ്മ സന്തോഷവതിയായി ഉമ്മയുടെ കയ്യിലേക്ക് തന്നെ കുഞ്ഞിനെ അള്ളാഹു പറഞ്ഞതുപോലെ മടക്കി. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, ഉമ്മ സന്തോഷിക്കാനും ദുഃഖിക്കാതിരിക്കാനും വേണ്ടി. ഇത് മഹദി ഷൈമ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ മുതിർന്ന സഹോദരി, നബിതങ്ങളെ കൈത്തണ്ടയിൽ ചുമന്ന് നടന്നിരുന്ന, നബിതങ്ങളെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന മഹദി ഹലീമ റളിയല്ലാഹു അൻഹയുടെ കൂടെ ആ ഉമ്മയും മകളും നബിതങ്ങൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും കാരുണ്യവും പകർന്നു കൊടുത്തിരുന്നു. നബിതങ്ങളെ പരിചരിക്കുന്ന ഘട്ടങ്ങളിൽ സഹോദരി ചൊല്ലാറുണ്ട്, യാ റബ്ബന അബ്ഖി ലനാ മുഹമ്മദൻ വഅഅ്തിഹി ഇസ്സൻ യദൂമു ആബദ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ മുഹമ്മദാകുന്ന കൊച്ചുബാലനെ നീ എല്ലാ അഭിമാനത്തോടുകൂടെയും എല്ലാ സംരക്ഷണത്തോടുകൂടെയും നീ പരിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായമായതിൻ്റെ ശേഷം ഒരിക്കൽ മഹദിയെ കണ്ടുമുട്ടി. വളരെ സന്തോഷത്തോടുകൂടെ അവരെ എല്ലാ ആദരവുകളും നൽകി സൽക്കരിച്ചിരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് അവിടുത്തെ തോൾമുണ്ടെടുത്ത് ആ മഹദിക്ക് വേണ്ടി വിരിച്ചു കൊടുത്തു. കണ്ട മാത്രയിൽ പഴയകാലങ്ങൾ ഓർത്തെടുത്ത് നബിതങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവരോട് നബിതങ്ങൾ പറഞ്ഞു, ഇൻ അഹ്ബബ്തി അൻ തർജിഇ ഇലാ ഖൗമികി ഔസൽതുകി,
നീ നിന്റെ കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്നാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ നിന്നെ സുരക്ഷിതമായി അവിടെ എത്തിക്കാം. വൈൻ അഹ്ബബ്തി ഫഅഖീമി ഇൻദി മുകറമത്തൻ മുഹബ്ബബത്തൻ. അല്ല, എൻ്റെ കൂടെ കഴിയണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ എല്ലാ ബഹുമാനാദരവുകളോടുകൂടെ എൻ്റെ കൂടെ കഴിയാം. പോകണമെന്ന് താല്പര്യം പറഞ്ഞപ്പോൾ നബിതങ്ങൾ എണ്ണമറ്റ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും വിലപിടിപ്പുള്ള വസ്തുക്കളെയുമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. നമ്മെ നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ മുതിർന്ന സഹോദരിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർക്ക് നാം കൊടുക്കേണ്ടുന്ന സ്ഥാനം എങ്ങനെയാണ് എന്ന്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയോട് അവർ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിരിക്കെ ഇങ്ങനെ പെരുമാറി എങ്കിൽ അവിടുത്തെ ഉമ്മയും ഒത്ത ഒരു സഹോദരിയായിരുന്നുവെങ്കിൽ നബിതങ്ങൾ എങ്ങനെ പെരുമാറുമായിരുന്നു? നാം ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ മുതിർന്ന സഹോദരിയോടാണ്. നബിതങ്ങൾ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസുൽ റഹിമഹു. ആരൊരാൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന്. രക്തബന്ധം എപ്പോഴും നാം ചേർക്കണം. സഹോദരന്മാർ മുതിർന്ന പെങ്ങളോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും, ദീർഘായുസ് നൽകും, റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. ഹദീസിൽ കാണാം, മൻ സർറഹു അൻ യബ്സുത്ത ലഹു ഫീ റിസ്ഖി വ അൻ യുൻസഅ ലഹു ഫീ അഥരി ഫൽയസുൽ റഹിമഹു. ആരൊരാൾ അവർക്ക് ദീർഘായുസ് ആഗ്രഹിക്കുന്നു, റിസ്ഖ് വിശാലമാകണം എന്ന് കൊതിക്കുന്നുവെങ്കിൽ അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന്. നമ്മുടെ മുതിർന്ന സഹോദരിയോടുള്ള നമ്മുടെ കടപ്പാട് വളരെ വലുതാണ്. നാം എപ്പോഴും അവരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവർക്ക് ഭർത്താവും മക്കളും മറ്റു സംരക്ഷിക്കാൻ ആശ്രയിക്കാൻ പറ്റുന്ന ആളുകളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, പ്രായമേറുമ്പോൾ, അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങുമ്പോൾ നാം അവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അവരുടെ ആവശ്യങ്ങളൊക്കെ നാം നിറവേറ്റിക്കൊടുക്കണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയഅരിഫ ഹഖ കബീറന. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്തവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നാം അവർക്ക് നന്മ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും. അള്ളാഹു നൽകുന്ന അനുഗ്രഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യകൂനു ലി അഹദിൻ സലാസു ബനാത്തിൻ ഔ സലാസു അഖവാത്തിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായി അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടായി, അവരെ അവർ സംരക്ഷിച്ചു എങ്കിൽ അവർ മുഖേന അയാൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നാം സഹോദരിമാരോടുള്ള കടമകളും ബാധ്യതകളുമൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. നാം അവരെ ചേർത്തു പിടിക്കണം. എപ്പോഴും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നാം പാലിക്കണം. അവരെന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് നാം ചെയ്തു കൊടുക്കണം. അവർക്ക് നമ്മുടെ അടുക്കൽ എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടാകണം. അവരെ നാം സന്ദർശിക്കുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുകയും വേണം. അവരുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കുമൊക്കെ നമ്മൾ തമ്മിലുള്ള ആ അടുപ്പവും സ്നേഹവും അറിയണം. കുടുംബബന്ധം നാം ഒരിക്കലും മുറിച്ചു കളയരുത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവരോടുകൂടി അന്വേഷിക്കണം. അവരുടെ അവകാശങ്ങൾ എപ്പോഴും നാം വകവെച്ച് നൽകണം. അനന്തര സ്വത്തുക്കളൊക്കെ വിഹിതിക്കുമ്പോൾ നാം അതിലൊന്നും അല്പം പോലും പിശുക്ക് കാണിക്കരുത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുന്ന സംഭവം, ജാബിർ റളിയല്ലാഹു അൻഹു രോഗിയായി, അവർക്ക് ബോധം നഷ്ടപ്പെട്ടു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, സഹോദരിമാർക്കുള്ള അനന്തര സ്വത്തുക്കൾ എങ്ങനെയാണ് റസൂലേ എന്ന്. യാ റസൂലല്ലാഹ്, ഇന്നമാലി അഖവാത്ത്, തിരുദൂതരെ എനിക്ക് സഹോദരിമാരുണ്ട്, ഞാൻ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് ആ ചോദ്യം ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് സഹോദരിമാർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ വിശുദ്ധ
ഖുർആൻ ഇറങ്ങുന്നത്. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബൻ മഫ്റൂദാ. സ്ത്രീകൾക്ക് മാതാപിതാക്കൾ ബാക്കി വച്ചതിൽ നിന്ന്, അടുത്ത കുടുംബക്കാർ ബാക്കി വച്ചതിൽ നിന്ന് അവകാശമുണ്ട്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ. നാം അവർക്ക് സമ്മാനങ്ങളും ഹദിയകളുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കണം. അതിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്നതുമാണത്. ഉമ്മുൽ മുഅ്മിനീൻ ബീവി മൈമൂന റളിയല്ലാഹു അൻഹ ഒരിക്കൽ സദഖ കൊടുക്കുകയുണ്ടായി. നബിതങ്ങൾ അത് കണ്ടിട്ട് പറഞ്ഞു, ലൗ അഅതൈതിഹാ ഉഖ്തകി ലകാന ഖൈറൻ ലക്. അത് നീ നിന്റെ സ്വന്തം സഹോദരിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് വളരെ നന്നാകുമായിരുന്നു എന്ന്. നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഏറെ പ്രതിഫലം കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിറവേറ്റിക്കൊടുക്കുക, കടബാധ്യതകളുണ്ടെങ്കിൽ അത് വീട്ടിക്കൊടുക്കുക. ഒരാൾ നബിതങ്ങളോട് വന്നിട്ട് ചോദിച്ചു, ഇന്ന ഉഖ്തി നദർതു അൻ തഹജ്ജ, എൻ്റെ നദർത്ത് അൻ തഹജ്ജ, എൻ്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയതാണ്, അവർ മരണപ്പെട്ടുപോയി. നബിതങ്ങൾ അയാളോട് ചോദിച്ചു, ലൗകാന അലൈഹ ദൈനുൻ അകുൻത ഖാദി, അവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നീ വീട്ടുമായിരുന്നോ? അയാൾ പറഞ്ഞു, നഅം, ഞാനത് വീട്ടും. തിരുദൂതർ അയാളോട് പറഞ്ഞു, ഫഖ്ദില്ലാഹ ഫഹു അഹഖു ബിൽ ഖളാ, എന്നാൽ നീ നിന്റെ പെങ്ങളുടെ ഈ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം, അഥവാ അവർക്ക് പകരമായിക്കൊണ്ട് ഹജ്ജ് ചെയ്യണം, അത് വളരെ ആവശ്യമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരോടൊക്കെയുള്ള ബന്ധം നിലനിർത്താൻ, അതെപ്പോഴും ഊഷ്മളമാക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.